ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് എന്നും നോക്കുന്നത് പോലെ കുറച്ച് ഇംഗ്ലീഷ് വേർഡ്സും അതിൻ്റെ മലയാളവുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ ഇടുന്ന എഫർട്ടിൻ്റെ ആകെയുള്ള നിങ്ങളുടെ പ്രോത്സാഹനം എന്ന് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യുന്നതും കമൻറ്റ് ചെയ്യുന്നതൊക്കെയാണ്. അപ്പോൾ നോക്കാം. ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ വരയ്ക്കൽ പ്രക്രിയയാണ്. ഒരു വരയ്ക്കൽ പ്രക്രിയ അതിൻ്റെ നമ്മൾ പറയാറുണ്ട്, ഒരു എന്തെങ്കിലും ഒരു ഫയലൊക്കെ അതിൻ്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയാറുണ്ട്. അത് ഒരു രൂപരേഖ അങ്ങനെ അതിൻ്റെ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഡ്രാഫ്റ്റ് വരയ്ക്കൽ പ്രക്രിയ, വരച്ചത് എന്നൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. ഈ ഡ്രാഗ്, DRAG, ഡ്രാഗ് കനമുള്ള എന്തെങ്കിലും ഇഴയ്ക്കുക, വലിക്കുക, മന്ദവും മുഷിപ്പനുമായി തീരുക, അങ്ങനെയൊക്കെയുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഡ്രാഗ് എന്ന് പറയുന്നത്. ഇനി ഒരു ഫ്രേസ് പോലത്തെ ഒരു ഇതാണ് എ ഡ്രാഗ് ഓൺ ദ പാർട്ടി. ഒരു സുഹൃത്ത് സംഘത്തിലെ രസം കൊല്ലി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് എ ഡ്രാഗ് ഓൺ ദ പാർട്ടി. സുഹൃത്ത് സംഘത്തിലെ രസം കൊല്ലിയെ പറയുന്ന പേരാണ് എ ഡ്രാഗ് ഓൺ ദ പാർട്ടി. ഡ്രാങ്കിൾഡ് എന്ന് പറഞ്ഞാൽ നനഞ്ഞതും വൃത്തികെട്ടതുമായ വസ്ത്രങ്ങളോട് കൂടിയ എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് ഡ്രാങ്കിൾഡ് എന്ന പദം. ഡ്രാങ്കിൾഡ് എന്ന പദം നനഞ്ഞതും വൃത്തികെട്ടതുമായ വസ്ത്രങ്ങളോട് കൂടിയ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ഇനി ഡ്രാഗൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രാഗൂൺ എന്ന് പറഞ്ഞാൽ കുതിരപ്പട്ടാളക്കാരൻ, ഉഗ്രവ്യക്തി എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് ഡ്രാഗൂൺ എന്ന വാക്ക്. അതിൽ തന്നെ മറ്റർത്ഥങ്ങൾ നോക്കിയാൽ ആയുധബലം കൊണ്ട് പിടിച്ചെടുക്കുക അല്ലെങ്കിൽ ഹിംസഭരണം നടത്തുക എന്നർത്ഥത്തിലൊക്കെ ഈ ഡ്രാഗൂൺ എന്ന പദം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഡ്രാഗൂണിൻ്റെ മറ്റ് അർത്ഥങ്ങൾ നോക്കുക: കുതിരപ്പട്ടാളക്കാരൻ, ഉഗ്രവ്യക്തി, ആയുധബലം കൊണ്ട് പിടിച്ചെടുക്കുക, ഹിംസഭരണം നടത്തുക എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. ഇനി ഡ്രേക്ക് നോക്കിയാലോ, DRAKE. ഡ്രേക്ക് പോപ്പ് മ്യൂസിക്കൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് അത്യാവശ്യം അറിയായിരിക്കും. ഡ്രേക്ക് എന്ന് പറയുന്ന ഒരു പോപ്പ് ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ അർത്ഥമല്ല, ആ ബാക്കിൻ്റെ അർത്ഥം നടന്നു നോക്കിയാൽ ആൺ താറാവ് എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഡ്രേക്ക് എന്ന് പറയുന്ന വാക്ക്. ആൺ താറാവ് എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഡ്രേക്ക് എന്ന പദം. ഇനി ഡ്രിങ്കർ എന്ന പദം എന്താണ്? ഡ്രിങ്കർ എന്ന പദം ഉപയോഗിക്കുന്നത് കുടിയൻ എന്നർത്ഥത്തിലാണ്. ഡ്രിങ്കർ എന്ന പദം ഉപയോഗിക്കുന്നത് കുടിയൻ എന്നർത്ഥത്തിലാണ്. ഒരു കുടികാരനെ പറയുന്നതാണ് ഡ്രിങ്കർ എന്ന പദം. ഇങ്ങനെ ഡെയിലി വാക്കുകൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ ഡെയിലി ഇത്രയും പദങ്ങൾ നമ്മൾ പുതുതായിട്ട് പരിചയപ്പെടുകയാണ്. നമ്മൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ബെനിഫിറ്റ് നമുക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് കാണാനെങ്കിലും ശ്രമിക്കുക. പഠിച്ചില്ലെങ്കിലും അത് കാണുമ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും അത് കാണുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങളത് ഓർത്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഭയങ്കര ഉപയോഗമുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാൻ. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.